ഹലോ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ പോയിന്റ് നോക്കാം. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? മിഥുൻ ചക്രവർത്തിയാണല്ലേ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ് കേട്ടോ. ജസ്റ്റിസ് നിതിൻ ജാംദാർ. 2024 ഏപ്രിലിൽ പുറത്തുവന്ന യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അതേതാണ്? ഇന്ത്യയാണല്ലേ. നമ്മുടെ ഇന്ത്യയാണ്. ജനസംഖ്യ എന്താണ്? 144.17 കോടിയാണ്. ഓർത്തിരിക്കണം. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. ചൈന തൊട്ട് പിറകിലുണ്ട്. എന്താണ്? 142.5 കോടിയാണ് കേട്ടോ. ഇനി നോക്കാം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPM നേതാവ് ആരാണ്? 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPM നേതാവ് ആരാണ്? MM ലോറൻസ് ആണ്. MM ലോറൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ ക്ലേഡ് 1B സ്ഥിരീകരിച്ചത് എവിടെയാണ്? മലപ്പുറത്താണ് കേട്ടോ. കഴിഞ്ഞ തേർഡ് ഫേസ് LGS എക്സാംസിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നോക്കാം. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമരസൂര്യയാണല്ലേ. ഹരിണി അമരസൂര്യയാണ്. അവരെന്താണ്? ഒരു സൂര്യനെ പോലെ ശ്രീലങ്കയിൽ ഉദിച്ചുയർന്നു എന്നാലോചിക്കുക കേട്ടോ. അതുപോലെ ഇവർ 16ാമത്തെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാവുന്ന 3ാമത്തെ വനിതയുമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് നിലവിൽ വന്നത് അല്ലേ. ഗുജറാത്തിലെ അഹമ്മദാബാദ് ഭുജ് റൂട്ടിലാണ് കേട്ടോ സർവീസ് വന്നിട്ടുള്ളത്. അതുപോലെ വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരെന്താണ്? നമോ ഭാരത് റാപ്പിഡ് റെയിൽ. ഇത് ഓർത്ത് വെച്ചോളൂ. PSC എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. 100% ഉറപ്പാണ്. 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ലാപത ലേഡീസ് ആണല്ലേ. ലാപത ലേഡീസ്. സംവിധാനം ആരാണ്? കിരൺ റാവു ആണ്. മികച്ച വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിലാണ് ലാപത ലേഡീസ് മത്സരിക്കുന്നത്. 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം നോട്ട് ചെയ്ത് വെക്കണം. ബ്രിട്ടന്റെയാണ്. ഏതാണ്? സന്തോഷാണ് കേട്ടോ. സന്തോഷ്. എന്നാൽ ഇന്ത്യയുടേത് ഏതാണ്? ലാപത ലേഡീസ് ആണല്ലേ. ഇന്ത്യയിലെ ആദ്യ മീഥൈൽ ആൽക്കഹോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? കായംകുളത്താണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മെഥനോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് കായംകുളമാണ്. നമ്മളിവിടെ തന്നെയാണല്ലേ. മെഥനോൾ കുളത്തിൽ കലക്കി എന്ന് ആലോചിക്കുക കേട്ടോ. മെഥനോൾ കുളത്തിൽ കലക്കിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? വൈദ്യുതി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്നത് എവിടെയാണ്? തൃശ്ശൂരാണല്ലേ. തൃശ്ശൂരാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമ അതേതാണ്? ഫുഡ്വെയർ ആണ് കേട്ടോ. ഫുഡ്വെയർ എന്ന സിനിമയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ചന്ദ്ര വെള്ളരിക്കുണ്ടാണ് കേട്ടോ. ചന്ദ്ര വെള്ളരിക്കുണ്ട്. 2024 ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയുടെ വേദി. അപ്പോൾ ക്വാഡിൻ്റെ വേദി ഏതാണ്? ക്വാഡ് 2024 വേദി വിൽമിംഗ്ടൺ ആണ് കേട്ടോ. USA വിൽമിംഗ്ടൺ ആണ്. 2024 നടന്ന 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. 2024 നടന്ന ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയത് നമ്മുടെ ഇന്ത്യയാണ്. വേദി വന്നിട്ട് ബുഡാപെസ്റ്റ് ആണ് കേട്ടോ. ഹംഗറിയിലെ ബുഡാപെസ്റ്റ്. ചെസ് ഒളിമ്പ്യാഡിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്തത്? സ്വർണ്ണ മെഡൽ നേടുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായത് NCRBയുടെ ഡയറക്ടർ ആരാണ്? ആലോക് രഞ്ജനാണ് കേട്ടോ. ആലോക് രഞ്ജൻ. 2025 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി ലോർഡ് സ്റ്റേഡിയമാണ്. ഇംഗ്ലണ്ടിലെ ലോർഡ് സ്റ്റേഡിയമാണ് 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി കേട്ടോ. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശരത് കമാലാണ് കേട്ടോ. ശരത് കമാലാണ്. ഓസ്ട്രേലിയൻ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ജിൻസൺ ആൻഡോ ചാൾസ് ആണ് കേട്ടോ. ഓസ്ട്രേലിയൻ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ജിൻസൺ ആൻഡോ ചാൾസ്. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല ഏതാണ്? കാസർഗോഡാണ് കേട്ടോ. ഇലക്ട്രിക് വാഹനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് PM E-ഡ്രൈവ്. എന്താണ്? PM E-ഡ്രൈവ് ആണ് കേട്ടോ. യുദ്ധാഭ്യാസത്തിന് വേദിയാകുന്നത് 2024 യുദ്ധാഭ്യാസ എന്ന സൈനിക അഭ്യാസത്തിന് വേദിയാകുന്നത് മഹാജനാണ്. എവിടെയാണ്? രാജസ്ഥാനിലെ മഹാജനാണ് കേട്ടോ. മഹായുദ്ധമാണ് നടക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ആരൊക്കെ തമ്മിലാണ് യുദ്ധാഭ്യാസം നടക്കുന്നത്? ഇന്ത്യയും അമേരിക്കയും തമ്മിലാണ് അല്ലേ. ഇന്ത്യയും USA തമ്മിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPTയുടെ സൃഷ്ടാവുമായ OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആൻസർ പ്രഗ്യാ മിശ്രയാണ് കേട്ടോ. പ്രഗ്യാ മിശ്ര എന്താണ്? കേട്ടോ. പ്രഗ്യാ മിശ്ര. ഓർത്തിരിക്കുക. PSC എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത് നോക്കാം. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽ നക്ഷത്രം ഏതാണ്? ഡബിൾ ധൂമകേതു ആണ്. ഡബിൾ ധൂമകേതു. ഇതിനെ മദർ ഓഫ് ഡ്രാഗൺസും എന്നും വിളിക്കുന്നുണ്ട്.
അടുത്ത നമുക്ക് ലോറൻസ് സ്പോർട്സ് പുരസ്കാരം നോക്കാം. 2024 ലോറൻസ് സ്പോർട്സ് പുരസ്കാരം നേടിയത് പുരുഷ താരമാണെങ്കിൽ നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ. നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹം 5ാമത്തെ തവണയാണ് ഈ നേടുന്നത് കേട്ടോ. അടുത്തത് ലോറൻസ് സ്പോർട്സ് പുരസ്കാരം നേടിയ വനിതാ താരമാണ്. മികച്ച വനിതാ താരം ആരാണ്? ഐറ്റാന ബോൺമാറ്റിയാണ് കേട്ടോ. ഐറ്റാന ബോൺമാറ്റിയാണ്. പുരുഷ താരം നൊവാക് ജോക്കോവിച്ചും വനിതാ താരം ഐറ്റാന ബോൺമാറ്റിയുമാണ്. അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനം ബോയിങ് 747 ബോയിങ് 747. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഇതെല്ലാവർക്കും അറിയായിരിക്കും. സുനിത വില്യംസ് ആണ് കേട്ടോ. കറൻലി ആരാണ്? സുനിത വില്യംസ് ആണ്. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിലാണ് കേട്ടോ. സുബിനാണ്, യുവകവിയാണ് സുബിൻ. ഈ സുബിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പുതിയ യുവാവ്, ഒരു പ്രായമില്ലാത്ത ഒരാളെ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സോ സുബിൻ അമ്പിത്തറയിലാണ് ആശാൻ അവാർഡ് നേടിയത് കേട്ടോ. 2024 നടക്കുന്ന ICC T20 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉസൈൻ ബോൾട്ട് ആണ് കേട്ടോ. ഉസൈൻ ബോൾട്ട് ആണ്. അദ്ദേഹം എന്താണ്? ഒരു ജമൈക്കൻ ഓട്ടക്കാരനാണല്ലേ. ജമൈക്കൻ ഓട്ടക്കാരനാണ്. അടുത്തൊരു പോയിന്റ്, ഈ 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി എപ്പോഴും ചോദിക്കാറുണ്ട് PSC. ഉത്തരം എന്താണ്? വെസ്റ്റ് ഇൻഡീസ് ആണ് കേട്ടോ. വെസ്റ്റ് ഇൻഡീസ് അമേരിക്കയിലെ. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയരായ ഇന്റലിൻ്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളി ആരാണ്? സന്തോഷ് വിശ്വനാഥനാണ്. അപ്പോൾ ചോദിക്കും, ഇന്റലിൻ്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളിയാണ് കേട്ടോ. മലയാളിയാണ് ആര്? സന്തോഷ് വിശ്വനാഥൻ. അപ്പോൾ ഇത്ര വലിയ കമ്പനീൻ്റെ തലപ്പത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്തായി? സന്തോഷമായി എന്ന് ആലോചിക്കുക കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? അടൽ സേതു ആണല്ലേ. അടൽ സേതു. അടൽ സേതുവിൻ്റെ മറ്റൊരു പേരെന്താണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് കേട്ടോ. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈനെയും നാവി മുംബൈനെയാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. നമുക്ക് അഭിമാനിക്കാം അല്ലേ. ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കിൻഫ്രയുടെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ എവിടെയാണ് തുടങ്ങിയത്? തുടങ്ങനാടാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോൾ സ്പൈസസ് പാർക്ക് എവിടെയാണ് തുടങ്ങിയത്? ഇടുക്കിയിലെ തുടങ്ങനാട്. 2023 പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ് കേട്ടോ. പച്ചക്കുതിര എന്താണ്? നമ്മളെ മേലെ ഈ പച്ചക്കുതിരയില്ലേ, പച്ചപ്പുൽച്ചാടി, അത് വന്നിരുന്ന നമ്മളെപ്പോഴും പറയുമല്ലോ ഭാഗ്യമാണ് പൈസ കിട്ടാനാണെന്ന്. സോ ആ ഒരു മിത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം ഇങ്ങനൊരു എന്താണ് മുദ്ര കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്? പച്ചക്കുതിര കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന പരിപാടിയാണല്ലോ. സോ എന്താണ്? പച്ചക്കുതിരയാണ് ആൻസർ. അടുത്ത് നോക്കാം. കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കുവാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതി എന്താണ്? സ്പോഞ്ച് സിറ്റി പദ്ധതിയാണ്. ഇത് എവിടെയാണ് നിലവിൽ വരുന്നത്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ്. അപ്പോൾ എന്താണ് സ്പോഞ്ച് സിറ്റി പദ്ധതി എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രളയം ഒഴിവാക്കാൻ കഴിയും വിധം മഴവെള്ളം വലിച്ചെടുക്കാൻ പാകത്തിൽ നഗരത്തിനുള്ളിൽ തയ്യാറാക്കുന്ന പ്രത്യേക പ്രദേശങ്ങളും തടാകങ്ങളും മരങ്ങളും ഉൾപ്പെട്ട മേഖലയാണ് സ്പോഞ്ച് സിറ്റി. ഇത് ആദ്യമായിട്ട് സ്പോഞ്ച് സിറ്റി കൺസെപ്റ്റ് കേരളത്തിൽ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ്. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സുഭാഷ് ചന്ദ്രനാണ് അക്ബർ കക്കട്ടിൽ അവാർഡ് നേടിയത്. പുസ്തകം സമുദ്രശീലയാണ് കേട്ടോ. അടുത്തൊരു പോയിന്റ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം ഏതാണ്? 2025 ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യ ഭൂഗർഭ ശ്മശാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉള്ളിയേരിയാണല്ലേ. ഉള്ളിയേരിയാണ് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയിലാണ്. അല്ലെങ്കിൽ ഭൂഗർഭ ശ്മശാനം. ഭൂഗർഭം എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിക്കടിയിലാണല്ലേ, ഉള്ളിലാണല്ലേ, ഭൂമിയുടെ ഉള്ളിലാണ്. സോ അതുകൊണ്ട് ഉള്ളിയേരി അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. നേരത്തെ നമ്മൾ പഠിച്ചു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്മശാനം വരുന്നത് അതെവിടെയാണ്? അത് തൃശ്ശൂരാണല്ലേ. 2023 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി, ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജെമിനി ശങ്കരൻ കേട്ടോ. ജെമിനി ശങ്കരനാണ്. അദ്ദേഹം 2023 ഏപ്രിലിൽ അന്തരിച്ചു. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 66ാമത് ഗ്രാമിയിൽ മികച്ച ആൽബം ഏതാണ്? മിഡ് നൈറ്റ്സ് ആണ് അല്ലേ. മിഡ് നൈറ്റ്സ് ആണ്. ടൈലർ സ്വിഫ്റ്റിൻ്റെ ആണ്. 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ച സ്ഥാപനമാണെന്ത്? കേരള കലാമണ്ഡലം കേട്ടോ. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ സർവ്വശക്തിയാണ് അല്ലേ. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെയാണല്ലേ. അപ്പോൾ എന്താണ്? സർവ്വശക്തി കൊടുത്തിട്ട് നമ്മളെ ഇന്ത്യൻ സൈന്യം പോയിട്ടുണ്ട്. ആരെ തോൽപ്പിക്കാൻ? ഈ ഭീകരന്മാരെ തോൽപ്പിക്കാനല്ലേ. സോ ആൻസർ എന്താണ് ഇവിടെ? ഓപ്പറേഷൻ സർവ്വശക്തി. 2024 കൂടി എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മണ്ഡലമാകുന്നത് നെടുമങ്ങാട് ആണ്. നെടുമങ്ങാട്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ചെറുതനയാണ് കേട്ടോ. ശിശുക്കളല്ലേ, ചെറുതല്ല, ചെറിയ കുട്ടികളെ നോക്കാനല്ല ചെറുതന. ചെറിയ കുട്ടികളെ അങ്ങനെ ആലോചിച്ച് വെക്കാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? ചെറുതന.
ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം. ഏഷ്യയിലെ തന്നെ ആദ്യ ബാലസൗഹൃദ നഗരം ഏതാണ്? അത് നമ്മുടെ തൃശ്ശൂരാണല്ലേ. തൃശ്ശൂരാണ്, ഓർത്ത് വയ്ക്കുക, മറന്നു പോരുത്. PSC ഇതൊക്കെ എടുത്ത് ചോദിക്കും. സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശ്ശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷ സാക്ഷരതാ പദ്ധതിയാണ് കൈമൊഴി. കൈമൊഴിയാണ്. വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി നവകിരണം പദ്ധതിയാണ്. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് K4 കെയർ. K4 കെയർ എന്താണ്? ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്നവർക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒറ്റ കുടക്കീഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് K4 കെയർ. ആശുപത്രികളെ LGBT കെയർ സൗഹൃദമാക്കാൻ പദ്ധതി ഒരുക്കുന്ന സംസ്ഥാനം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഒരുക്കുന്നത് നമ്മുടെ കേരളമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്നത് കേട്ടോ. സച്ചിൻ ടെണ്ടുൽക്കറുടെ 50ാം പിറന്നാളിന് ആദരവായി സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ച സ്റ്റേഡിയം ഡൽഹിയിലുള്ള സിഡ്നി സ്റ്റേഡിയത്തിലാണ്. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് കള്ളിക്കാടാണ്. തിരുവനന്തപുരത്തുള്ള കള്ളിക്കാടാണ്. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പ്യുവർ വാട്ടർ ആണ് കേട്ടോ. ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. പിന്നോക്ക സമുദായങ്ങളിലെ OBC ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ. ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷനാണ്. കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി റൈനോ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാറാണ് കേട്ടോ. ബീഹാർ. ഇനി വരുന്ന 10th പ്രിലിംസിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2021, 22, 23 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള PYQs സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എക്സാമിന് മുന്നേ PYQs നോക്കി പോകണം എന്നുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ നിന്നാണ് ഇനി PYQ സീരീസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.